വഴിയിൽ വിനിയോഗിക്കുന്ന സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ പോയത്. നേരത്തെ ഇവിടെ പറയപ്പെട്ടല്ലോ, ഈ മഹനീയമായ നഗരിക്ക് നാമധേയം നൽകപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് സലീം നഗർ എന്നാണ്. അതേ ഈ ചെറുപ്പക്കാരുടെ വീട് കഴിഞ്ഞ വർഷം റമദാനിൽ ഊർജ്ജസ്വലതയോടെ നേതൃത്വം നൽകിയിട്ട് കർമ്മനിരതനായിരുന്ന നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. യുവാക്കള്, ഈ സലീം എന്ന യുവാവിന്റെ മരണം നമുക്ക് പാഠമാണ്. എപ്പോഴും മരിക്കാം, എങ്ങനെയും മരിക്കാം, എവിടെ വെച്ചും മരിക്കാം. ഈ പാഠം നാം മനസ്സിലാക്കണം. യുവാക്കൾക്കൊരു ധാരണയുണ്ട്, ഇല്ല ഞാൻ കുറെ കാലം ഉണ്ടാകും, ഒരു 50 വരെ അല്ലെങ്കിൽ ഒരു 80 വരെയൊക്കെ ഉണ്ടാകും, പിന്നെ നന്നാകാം, പിന്നെ സലീമെന്ന ഒരു കൊച്ചുകുഞ്ഞ് ജനിച്ച സന്തോഷത്തിൽ ആറാടുമ്പോ അടുത്ത വീട്ടിൽ നിന്നതാ ഒരു മനുഷ്യന്റെ മയ്യത്ത് മേന്ത് ജനങ്ങൾ പള്ളിക്കാട്ടിലേക്ക് പോകുന്ന വൈരുദ്ധ്യാധിഷ്ഠിത ലോകമേ, പ്രപഞ്ചമേ. അതുകൊണ്ട് പണം കൊണ്ടെന്ത് കാര്യം, ആരോഗ്യം കൊണ്ടെന്ത് കാര്യം, താജ്മഹൽ പോലെയുള്ള വീടുണ്ടായത് കൊണ്ടെന്ത് കാര്യം, 50 ലക്ഷത്തിന്റെ കാറുണ്ടായത് കൊണ്ടെന്ത് കാര്യം. എടാ, അതെല്ലാം നശിക്കാനുള്ളതാണ്. ഒരു സുപ്രഭാതത്തിൽ നിനക്കാതാതെ തകരും മോനെ, മറക്കല്ല്. തളിപ്പറമ്പില് സെഞ്ചുറി ടെക്സ്റ്റൈൽസിന്റെ മുതലാളിയായ ഇർഫാൻ എന്ന 20കാരൻ 9 ലക്ഷം രൂപയുമായി അറിയില്ല ഏത് കയത്തിലാണ് അവനുള്ളത്, എവിടെയാണ് ആർക്കും തന്നെ അറിയുന്നില്ല. കേവലം 20 വയസ്സുള്ള BBM-ന് പഠിക്കുന്ന സുമുഖനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ, അവനും നമ്മെ പോലെ തുള്ളിച്ചാടി നടന്നവൻ. അവനും ധരിച്ചിട്ടുണ്ടാവുക ഞാനും ഒരു 90 വയസ്സ് വരെ ഉണ്ടാകും, അല്ലേ? ആ ചെറുപ്പത്തിലുള്ള ആ പ്രായം എന്തെല്ലാം സ്വപ്നങ്ങളുടെ തകർച്ചയാണ് ആ പുഴയിൽ പൊലിഞ്ഞു പോയത്. എന്തെല്ലാം ആശകളുടെ തകർച്ചയാണ് അവിടെ സംഭവിച്ചു പോയത്. ആ ഇർഫാൻ ഇവിടെ ആർക്കും അറിയില്ല. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് സമാധാനം നൽകട്ടെ. അത്തരത്തിലുള്ള ഒരു പരീക്ഷണം നമുക്ക് അല്ലാഹു തരാതിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവജനങ്ങളെ, അത് മറക്കരുത്. മരണം മറക്കരുത്. അത് മറക്കുമ്പോഴാണ് ദീനിൽ നിന്നകലുന്നത്. അത് മറക്കുമ്പോഴാണ് പരിഷ്കാരത്തിന്റെ പിന്നാലെ പോകാൻ തോന്നുന്നത്. അത് മറക്കുമ്പോഴാണ് ശവ്വാലിന്റെ അമ്പിൽ തിങ്കൾ കല പശ്ചിമാമ്പരത്തിൽ വന്നാൽ ഗാനമേള കൊണ്ട് അല്ലാഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു ഇതിന്റെ സംഘാടകർക്ക് അർഹമായ കൂലി നൽകട്ടെ. അല്ലാഹു തആല എല്ലാ നിലയിലും അവൻ നമ്മെ പ്രിയം വെക്കുന്നവരിൽ പെടുത്തട്ടെ. റമളാനിൽ അല്ലാഹു സ്വർഗം വിധിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മയും അനുബന്ധരായവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ റഹ്മാൻ.